തബ്ലീഗ് ജമാഅത്തുകാരുടെ ഗ്രന്ഥങ്ങളിൽ ഉടനീളം നോക്കിയാൽ അല്ലാഹുവിന്റെ മഹത്വത്തിന് നിരക്കാത്ത എത്രയോ വാചകങ്ങളാണ്. അതിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കളവ് പറയൽ അനുവദനീയമാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കളവ് പറയൽ അനുവദനീയമാണ് എന്ന് അൽ ബറാഹീനുൽ ഖാതിഅ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ അല്ലാഹുവിന്റെ മഹത്വത്തെ കുറ്റം പറഞ്ഞിട്ട് ആ അല്ലാഹുവിന്റെ പവിത്രമായ പദവിയെ, ഉലൂഹിയത്തിന്റെ പദവിയെ അവർ കളിയാക്കുന്നു. ഈ വിഷയം പറയുമ്പോൾ മുറാദാബാദിലെ ജാമിഅ അൽ-ഇൽമിയ്ക്ക് സമീപമുള്ള മദ്രസ ഷാഹി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ മുഫ്തി സുലൈമാനിന്റെ അടുക്കൽ വിദ്യാർത്ഥിയായ ഞാൻ ഒരിക്കൽ ചെന്നു. ഞങ്ങളുടെ നാട്ടിൽ തബ്ലീഗ് ജമാഅത്തിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ട്. അവര് പറയുന്നത് അല്ലാഹുവിന് കളവ് പറയൽ അനുവദനീയമാണെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉണ്ടെന്നാണ്. എന്നാൽ അതിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയുമോ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഖുദാ കോ പേശാ കർനാ ജാനാ ബനാ ഹൈ യാ നഹി ഓർ ജായിസ് ഹൈ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ടോയ്ലറ്റിൽ പോകൽ അനുവദനീയമാണോ? അവൻ എല്ലാത്തിനും കഴിവുള്ളവനല്ലേ? അപ്പോഴദ്ദേഹം പറഞ്ഞു, നീ വിഷയം പഠിക്കാൻ വന്നവനല്ല, കുഴപ്പമുണ്ടാക്കാൻ വന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കളവ് പറയൽ അനുവദനീയമാണെന്ന് എഴുതിയതിൽ പരാതിയില്ല. അവരുടെ നേതാക്കന്മാർക്ക് അങ്ങനെ വാദമില്ലെന്ന ഗണ്ണനമില്ല. അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് അവരവരുടെ ഗ്രന്ഥങ്ങളിൽ എല്ലാം എഴുതുന്നത്. എന്നാൽ വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അല്ലാഹുവിന്റെ മേൽ കളവ് ആരോപിക്കുന്നവരെക്കാൾ വലിയ അക്രമികൾ ആരാണ്? അല്ലാഹുവിന്റെ മേൽ അവര് കളവാരോപിച്ചു. മുസ്ലിം ലോകത്തിന്റെ മേൽ അവർ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കുകയും ആരാധിക്കാത്ത വ്യക്തികളെ ആരാധിച്ചു എന്ന് ആരോപണം പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കൂട്ടർക്ക് യഥാർത്ഥത്തിലുള്ള തൗഹീദ് എന്താണെന്ന് അറിയില്ല. കാരണം അവരുടെ ഫളായിലു തബ്ലീഗിൽ തബ്ലീഗിന്റെ മഹത്വമാണ് പറയുന്നത്. 40 ദിവസം ഗസ്തിന് പോകുമ്പോൾ അവര് മഹത്വങ്ങളെ പഠിക്കുന്നുള്ളൂ, മസ്അലകൾ അറിയുന്നില്ല. ഈ രൂപത്തിൽ കടപ്പാടുകളോ നിയമങ്ങളോ അറിയാതെ ഊരു ചുറ്റുന്ന സംഘങ്ങളിൽ അവര് നാട് ചുറ്റുന്നു എന്നതിലല്ല പരാതി, സംഘം ചേരുന്നു എന്നതിലല്ല പരാതി, നിസ്കരിക്കാൻ വിളിക്കുന്നു എന്നതിലല്ല പരാതി, മറിച്ച് അവരുടെ വിശ്വാസം അബദ്ധമാണ്. സഹോദരാ, മിക്കവാറും ഇവിടെ ഒരു തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപനമുണ്ടാകണം. അവിടെയും സേവനം ചെയ്യുന്ന മുദർരിസുമാരിൽ ഒരാളെങ്കിലും എന്റെ നാട്ടുകാരായിരിക്കും. അത്രയും നല്ല ബന്ധം തബ്ലീഗ് ജമാഅത്തുമായി ഞങ്ങളുടെ നാടിനുണ്ട്. അതിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നതുപോലെ, ഇമാമീങ്ങൾ എഴുതി വെച്ചതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാരും അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളും ഒക്കെ ശക്തിയുക്തം പറഞ്ഞിട്ടാണ് ദീനീ പ്രചരണവുമായി ഞങ്ങളുടെ നാട്ടിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, മഹാന്മാരായ സ്വാലിഹീങ്ങളെ അവർക്കറിയില്ല, ഔലിയാക്കളുടെ മഹത്വം അവർക്കറിയില്ല. സാധാരണക്കാരെ, നിങ്ങൾ കാണുന്ന തബ്ലീഗ് ജമാഅത്തിലെ അംഗങ്ങളെ മുഴുവനും ആക്ഷേപിക്കരുത്. നല്ല ഒരുപാട് സാധാരണക്കാരായ ആളുകൾ അത്തരം ആ പ്രസ്ഥാനത്തിൽ എന്തോ നന്മയുണ്ടെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചവരുണ്ട്. അല്ലാഹു അവർക്കും നമുക്കും ഹിദായത്ത് നൽകട്ടെ. ഹഖിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ശരിയായ അഖീദയിലേക്ക് അവരെ വിളിക്കലാണ് നമ്മുടെ ബാധ്യത. അവരെ കൂട്ടിക്കൊണ്ടുവന്ന് സത്യത്തിന്റെ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അവർക്ക് തൗഹീദ് ശിർക്ക് അറിയില്ല. ഇനി ഇതേ ചുഴലി അബ്ദുള്ള മൗലവി പണ്ഡിത വേഷധാരിയാണ്, പണ്ഡിതവാദിയാണ്. അയാൾ തന്നെ കണ്ടില്ലേ പറയുന്നു, അച്യുതാനന്ദനെ സഹായിച്ചാൽ ശിർക്കായി പോകും. അച്യുതാനന്ദനെ സഹായിച്ചാൽ ശിർക്കായി പോകും. അയാൾ തന്നെ പറയുന്നു, അച്യുതാനന്ദനെ സഹായിച്ചാൽ ശിർക്കായി പോകും. അയാൾ തന്നെ കണ്ടില്ലേ പറയുന്നു, അച്യുതാനന്ദനെ സഹായിച്ചാൽ ശിർക്കായി പോകും. അച്യുതാനന്ദനെ സഹായിച്ചാൽ ശിർക്കായി പോകും.
അച്യുതാനന്ദന്റെ അടുത്ത് പോയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചോളാം, നിങ്ങൾ ഇന്നൊരു കാര്യം ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശിർക്ക് ചെയ്തവനാണ്, കുഫ്ർ ചെയ്തവനാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സഹായിക്കാം, ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാം. തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങളെല്ലാവരും നല്ലതുപോലെ സഹായിക്കണമെന്ന വിശ്വാസത്തോടുകൂടിയാണെങ്കിൽ തെറ്റാണ്, ശിർക്കാണ്. അപ്പൊ രാഷ്ട്രീയ സഹായം നടത്തലാണോ ശിർക്ക്? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോട് സപ്പോർട്ട് ചെയ്യാത്ത ആരും ഇപ്പൊ കാണത്തില്ല. ഇപ്പൊ മുശ്രിക്കീങ്ങൾ കൂടുന്ന കാലമാണ്. കാരണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയം. അപ്പോൾ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണെന്ന് അറിയില്ല. ഇതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയോട് സഹായം ചോദിച്ചാലും അങ്ങനെ തന്നെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണെന്ന് അറിയാത്തതിന്റെ പേരിൽ അവർ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ കണ്ടില്ലേ അവരുടെ മഹാന്മാരുടെ മഹത്വം പറയുന്നത്. അവര് വലിയ ആളുകളാണ്, അവര് വലിയ നേതാക്കന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അവർക്കുള്ള ബന്ധം അവര് പറയുമ്പോൾ ശിർക്കും തൗഹീദും അറിയാത്ത ആളുകളാണ്. ഖുദാ കി ഖസം, അല്ലാഹുവിനെ തന്നെ സത്യം. തവലിയാർ എന്തു പറഞ്ഞാൽ അങ്ങനെ. നേരത്തെ പറഞ്ഞ തവലിയാരൻ പറഞ്ഞു വല്ലാഹി, ഇയാൾക്ക് പിന്നെ വല്ലാഹിക്ക് യാതൊരു നിലയും വിലയില്ല. ഖുദാ കി ഖസം, അല്ലാഹുവേ തന്നെ സത്യം. മേനെ ഇയാനൻ ദേഖാ കെ മേ അർശ് കെ നീചെ ഹൂ, ഞാൻ എന്റെ ശരിക്കു തന്നെ നേരിട്ട് കണ്ടു, ഞാൻ അർശിന്റെ കീഴിലാണ്. ഓർ ഹർ ചാർ തറഫ് സേ നൂർ ഓർ റോഷനി ने मेरा इहाता कर दिया है. അർശിന്റെ നാലു ഭാഗത്തു നിന്നും പ്രകാശം എന്നെ ഉൾക്കൊള്ളുകയും പ്രകാശം എന്നെ വലയം ചെയ്യുകയും ചെയ്തതായി ഞാൻ കണ്ടു എന്ന് ഗാംഗോഹി സാഹിബിന്റെ കറാമത്തായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ നേതാക്കന്മാര് അർശിന്റെ കീഴിലാണെന്ന് കണ്ടാലും തൗഹീദാണ്. അതേ സമയത്ത് മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ ആദരിക്കുകയോ അവരോട് സഹായം തേടുകയോ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന വാദമാണ് അവര് പറയുന്നത്. അള്ളാഹുവിന്റെ ദീൻ അവർക്കറിയില്ല. പാരമ്പര്യ വഴിയായി കിട്ടിയ ഇസ്ലാമിനോട് അവർക്ക് ബന്ധമില്ല. കാരണം ഇയാള് പറയുന്ന ന്യായം മറ്റൊന്നുമല്ല. ഭൗതികമായ സഹായം അനുവദനീയമാണെങ്കിൽ ആത്മീയമായ സഹായം എന്തായാലും പറ്റുമല്ലോ. ആ ന്യായീകരണം തൊട്ടടുത്ത പ്രസംഗത്തിൽ സൂചനയിൽ അദ്ദേഹം നൽകുന്നുണ്ട്. അഭയം തേടാൻ പറ്റുമെങ്കിൽ മരിച്ചവരെ അഭയം തേടാൻ പറ്റും. അച്യുതാനന്ദനെ കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. അയാൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട് ഞാനും ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു അഭയവിശ്വാസം വന്നിട്ടുണ്ട് എങ്കിൽ മരിച്ച മുതിച്ചക്കങ്ങളെ കൊണ്ടും കാര്യം നടക്കുന്നത് വിശ്വസിക്കാൻ തെറ്റില്ല. അപ്പോൾ അച്യുതാനന്ദ അടുക്കൽ നിന്ന് സഹായം കിട്ടുമെന്ന് വിശ്വസിച്ചാൽ പിന്നെ മൊഹീദ്ദീൻ ശൈഖിന്റെ അടുക്കൽ നിന്ന് സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുന്നതിലും തെറ്റില്ല. അപ്പൊ ഭൗതികമോ അഭൗതികമോ ആയ സഹായം ഒരാളിൽ നിന്നും തേടിക്കൂടാ എന്ന് പറഞ്ഞ അപ്രായോഗികവും ശരിയല്ലാത്തതുമായ വാദമാണ്. ഖുർആൻ പറയുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, അടിസ്ഥാനപരമായി ഞങ്ങൾ നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. കാരണം ഏതു സൃഷ്ടി സഹായിച്ചാലും അടിസ്ഥാനപരമായി നിന്റെ സഹായമാണ്. അല്ലാതെ ലോകത്തുള്ള ഒരാൾക്കും സ്വന്തമായി ഒരു കഴിവും ഇല്ല. സ്വയം പര്യാപ്തത നിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ പുതിയ ശിർക്കൻ വാദങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ എന്താണ് ശിർക്കാക്കേണ്ടത്, എന്താണ് തൗഹീദാക്കേണ്ടതെന്ന് അവർക്കറിയില്ല. കണ്ടില്ലേ, സുബഹി നിസ്കരിച്ചാലും ശിർക്കായി പോകും എന്നിതേ ചുഴലി അബ്ദുള്ള മൗലവി തന്നെ പറയുന്നുണ്ട്. തള്ളിയിട്ട പടിഞ്ഞോട്ട് പൂല ചെറുപ്പക്കാരൻ മേത്തൻ തള്ളിയിട്ട പടിഞ്ഞാറോട്ട് പൂല വിസ കിട്ടി. അന്ന് രാവിലെ കാറ് നേരെ പള്ളിയിൽ മുക്രിക്കും മുലർക്കും നോക്കുമ്പോൾ ഒരാള് കാറും കൊണ്ടുവന്നിരിക്കുന്നു. ഇറങ്ങിയിരിക്കുന്നു, ഒരുത്ത ടൗലൊക്കെ കെട്ടിയിട്ട് ഒരു പഹയൻ. ഓൻ പെരുന്നാളിനും കൂടി പള്ളിയിൽ വന്ന ചരിത്രമില്ല, മുസ്ലിയാർക്ക് പരിചയമില്ല. ഇപ്പൊ ടൗലൊക്കെ കെട്ടിട്ടാ വന്നിരിക്കുന്നത്. രാവിലെ മുക്രിക്കാട് അന്വേഷിച്ചു മൊഹദ്ദീനോട് എന്താ പരിപാടി? ഓ ആ പയ്യനെ വിസ കിട്ടിയിരിക്കുന്നു, ദുബൈയിലേക്ക് പോവുക.
നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുക. എന്നുവെച്ചാൽ പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിച്ച് സുന്നത്തും നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് ദിക്റും ദുആവൊക്കെ കഴിച്ച് പള്ളിപ്പറമ്പിൽ ചെന്നിട്ട് മരിച്ചാക്ക് സലാമും പറഞ്ഞ് ഉസ്താദ്മാർക്ക് കൈമടക്കം കൊടുത്തിട്ട് നേരെ ദുബൈയിലേക്കാ. ഇവന്റെ വിശ്വാസം എന്താ? സുബഹി നിസ്കരിച്ചിട്ട് ദുബായി പോയാൽ നല്ല ശമ്പളമുള്ള ജോലി കിട്ടും. ഇതൊരു തരം ശിർക്ക്. ഇതൊരു തരം ശിർക്ക്. വേറൊരു തരം ശിർക്ക് അയാൾ പറയും. അപ്പോൾ ഒരാൾ സുബഹി നിസ്കരിച്ചാൽ എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കേണ്ടതാണ്. പക്ഷേ നിസ്കരിക്കാത്ത ഒരാൾ ഇന്ന് നിസ്കരിച്ചു എന്നതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകില്ല. മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ് മൻ തറക സ്വലാത്ത സുബ്ഹി ഫഹുവ ഖാരിജുൻ അൻ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ റെസ്പോൺസിലാണ്. അതേ സമയത്ത് ആരെങ്കിലും സുബ്ഹി ഒഴിവാക്കിയാൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന പാഠമെങ്കിൽ സഹോദരാ, എന്താണ് തൗഹീദ് എന്നോ എന്താണ് ശിർക്കെന്നോ എന്താണ് ഇസ്ലാം എന്നോ അറിയാത്ത ആളുകൾ നമ്മൾ വിചാരിക്കും തബ്ലീഗ് ജമാഅത്തുകാര് നല്ല ആളുകളാണ്, അവര് കുഴപ്പമില്ലാത്ത ആളുകളാണ്, അവര് പാവങ്ങളാണെന്നൊക്കെ വിചാരിക്കും. എന്നാൽ അവരുടെ വിശ്വാസം ചീഞ്ഞു നാറുന്ന വിശ്വാസമാണ്. അവരുടെ കർമ്മ വഴികളിൽ അവരുടെ കൗസരിയുടെ ചില പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. അവർക്ക് ഇസ്ലാമിന്റെ ബാലപാഠം അറിയില്ല.